ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു രാജാവ് രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യപൂർവമായി മാത്രം കാണുന്ന ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു തന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ചിത്രം പൂർത്തിയായില്ല. ചോദിക്കുമ്പോഴൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സ്ഥിരം മറുപടി. രാജാവ് രഹസ്യാന്വേഷണത്തെ നിയോഗിച്ചു. എന്താണ് ഈ ചിത്രകാരൻ ചെയ്തതെന്ന് അറിയണമല്ലോ. ഇപ്പോഴും ശൂന്യമായ ക്യാൻവാസ് മാത്രമാണ് ആ ചിത്രകാരന്റെ റൂമിലുള്ളതെന്ന് രഹസ്യാന്വേഷകർ റിപ്പോർട്ട് നൽകി. രാജാവ് പരിവാരങ്ങളെയും കൂട്ടി ചിത്രകാരന്റെ റൂമിലേക്ക് ചെന്നു. അപ്പോഴും വര തുടങ്ങിയിട്ടില്ല. ചിത്രം എന്തായി എന്ന് ചോദിച്ചപ്പോൾ രാജാവിനോട് അല്പം കാത്തുനിൽക്കാൻ ആവശ്യപ്പെട്ട് ചിത്രകാരൻ വരച്ചു തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ചിത്രം റെഡിയായി. അതുകൊണ്ട് രാജാവ് അമ്പരന്നു. രാജാവ് ചോദിച്ചു, ഇത്ര വേഗം വരയ്ക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്ര മാസങ്ങൾ, എന്തുകൊണ്ട് ഇത്ര വൈകിപ്പിച്ചു? അയാൾ രാജാവിനെ മറ്റൊരു മുറിയിലേക്ക് ക്ഷണിച്ചു. അവിടെ മുഴുവൻ ആ പക്ഷിയുടെ വിവിധ ശൈലികളിലും ഭാവങ്ങളിലുമുള്ള ചിത്രങ്ങളാണ്. ആ കാഴ്ച കാണിച്ച ചിത്രകാരൻ പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ പരിശീലനത്തിലായി. ഞാൻ വരച്ചുകൊണ്ടേയിരുന്നു, പലതരം പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിലാണ് എനിക്ക് ഇത്ര വേഗം വരയ്ക്കാനുള്ള കഴിവ് കിട്ടിയത്. അനായാസം എന്ന് രാജാവിനെ തോന്നിപ്പിക്കുന്ന ആ അത്ഭുതം ആ ചിത്രകാരൻ സാധിച്ചെടുത്തത് അതിന്റെ പിന്നാമ്പുറത്ത് ഒരു ആയുസ്സിന്റെ പരിശ്രമം ഉണ്ടായിരുന്നു എന്നത് ഓർമ്മപ്പെടുത്തി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലപ്പോഴും നിത്യാഭ്യാസികളെ കാണുമ്പോൾ ഇതൊക്കെ നിസ്സാരമെന്ന് നമുക്ക് തോന്നും. പക്ഷെ ചെയ്തു തുടങ്ങുമ്പോഴാണ് അനേക വർഷങ്ങളുടെ തപസ് പോലുള്ള പരിശ്രമമുണ്ട് അതിന് പിന്നിൽ. കർമ്മനിരതമായ ദിനങ്ങളുടെ ബാക്കിപത്രമാണ് മികവാർന്ന ഓരോ നേട്ടവും. അതെന്തുമാവട്ടെ, കായിക മേഖലയിലാവട്ടെ, കലാമേഖലയിലാവട്ടെ, പഠന ഗവേഷണങ്ങളിലാവട്ടെ.